ഹലോ. ഇന്ന് ഞങ്ങൾ പോയൊരു കുഞ്ഞു റോഡ് ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ സ്കാർബ്രോന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ക്യാമ്പിൾ ഫോർട്ടിലേക്കുള്ളൊരു റാനീസ് ഫോൾസ് എന്ന് പറഞ്ഞൊരു ലുക്കൗട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇവിടെ നിന്നൊരു 2 മണിക്കൂർ മാക്സിമം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ സ്റ്റോപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ 2.5 മണിക്കൂർ എടുത്തിട്ട് നമുക്ക് ആ ഒരു സ്പോട്ടിലെത്താൻ വേണ്ടി പറ്റും. അപ്പം ഡയറക്റ്റ് ഒരു ഹൈവേ കയറി പോകാതെ ഞങ്ങളൊരു കൺട്രി സൈഡ് വൈബൊക്കെ പിടിച്ച് പോകാം. കാരണം നമുക്ക് പോകുന്ന വഴി കുറേ കാഴ്ചകളൊക്കെ കണ്ടു പോകാം എന്നുള്ളൊരു തീരുമാനമായതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് പോയത്. അപ്പോൾ നമ്മൾ പോയത് പീറ്റർബോ വഴിയായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ നല്ലൊരു നേച്ചർ വ്യൂസൊക്കെ, കാരണം ഇപ്പോൾ സ്പ്രിങ് സ്റ്റാർട്ടായത് കൊണ്ട് ഇങ്ങനെ ചെടികളും പൂക്കളൊക്കെ പൂത്തു തുടങ്ങുന്ന ടൈമാണ്. അപ്പോൾ ഞങ്ങൾ പീറ്റർബോയിലെത്തിയപ്പം അവിടെയുള്ള പീറ്റർബോ മ്യൂസിയം ആൻഡ് ആർച്ചീവ്സ് ആയിരുന്നു ആദ്യം തന്നെ വിസിറ്റ് ചെയ്തത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പീറ്റർബോയുടെ ഹിസ്റ്ററി ഫുള്ളി നമുക്കവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയായിരുന്നു പീറ്റർബോ എന്നുള്ള പേര് പോലും വന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അവിടെ ഒരു എൻട്രി പാസ്സൊന്നുമില്ല, പക്ഷെ നമുക്കത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൊണേഷൻസ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അങ്ങനെയാണ് അതും ഒരു മാൻഡേറ്ററി ആയിട്ടില്ല, പക്ഷേ എന്നാലും നമ്മുടെ ഒരു ഹാപ്പിനെസ്സിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു സോവിനർ ഐറ്റംസ് പോലെയൊക്കെ മേടിച്ചിട്ടും കൊടുക്കാം. അപ്പോൾ ഈ കാണുന്നത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ പീറ്റർബോ ആണ് കാനഡയിലെ ഫസ്റ്റ് ടൗൺ ടു ലൈറ്റ് ദ സ്ട്രീറ്റ് വിത്ത് ഇലക്ട്രിസിറ്റി. അപ്പം അതിൻ്റെ ഒരു ഡെമോ ആയിരുന്നു അവരവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതുപോലെ ഒരുപാട് അവിടുത്തെ സ്ട്രീറ്റ് കാർസിൻ്റെ പഴയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പീറ്റർബോയുടെ പഴയ രീതിയിലുള്ള ഒരു വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബ്രെഡ് റോസ്റ്റർ ആയാലും ഡിഷ് വാഷിംഗ് ആയാലും അതൊക്കെ ഒരു പ്രിസർവ് ചെയ്തിട്ട് ആ ഒരു മോഡൽ അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുത്തെ നെക്സ്റ്റ് ഹൈലൈറ്റ് ആയിട്ടുള്ള പീറ്റർബോ ലിഫ്റ്റ് ലോക്ക് ആയിരുന്നു കാണാൻ. ഈ കാണുന്നതാണത്. അതായത് പണ്ട് കാലത്ത് ബോട്ട്സിനെ കനാൽ സിസ്റ്റം വഴി ഒരു വാട്ടർ ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു യുണീക്ക് ഹൈഡ്രോളിക് സിസ്റ്റമാണത്. സോ ഒരു ബേസിക്കലി വാട്ടർ എലവേറ്റർ പോലത്തെ ഒരു സംഭവം. സോ അതുകൂടി കണ്ടിട്ട് ഞങ്ങൾ നേരത്തെ ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞ ക്യാമ്പിൾ ഫോർട്ടിൽ റാനീസ് ഫോൾസിലേക്ക് പോയി. അപ്പോൾ ഈ പോകുന്ന വഴിക്കൊക്കെ ഇതുപോലത്തെ ഒരു ഒരു എന്താ റിവർ സൈഡ് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനടുത്ത് ചെയർസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു ഭയങ്കര രസമായിരുന്നു. വൈകുന്നേരം ഒരു സൺസെറ്റിനൊക്കെ സമയത്ത് അവിടെ ഇരുന്ന് കാണാനൊക്കെ ഭയങ്കര രസമായിരിക്കും എന്ന് അപ്പോഴേ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ റാനീസ് ഫോൾസിൻ്റെ മെയിൻ എൻട്രൻസിലേക്കായിരുന്നു മാപ്പ് ഇട്ടത്, പക്ഷേ അവിടെ എത്തിയപ്പോൾ അത് ക്ലോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ പിന്നെ നോക്കിയപ്പോൾ ഈ സസ്പെൻഷൻ ബ്രിഡ്ജ് വഴി നമുക്ക് ആ ഫോൾസിൻ്റെ ലുക്കൗട്ടിലേക്ക് പോകാൻ പറ്റുമെന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഈ ഫെറീസ് പ്രൊവിഷണൽ പാർക്കിൻ്റെ ആ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഈ ഒരു പ്രൊവിഷണൽ പാർക്ക് വഴി താഴോട്ടേക്ക് പോകാം. അപ്പോൾ ഇപ്പോൾ ദൂരത്തുനിന്ന് കാണുമ്പോൾ ഒക്കെ ഒരു ഫ്ലോ ആയിട്ട് അങ്ങനെ തോന്നും, പക്ഷേ നമ്മളതിൻ്റെ അടുത്തെത്തുമ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടിയും അതിൻ്റെ ഒരു ആ ഫ്ലോവിൻ്റെ ആ ഒരു ഒച്ചയും കാര്യങ്ങളൊക്കെ ശരിക്കും അങ്ങോട്ട് മനസ്സിലാവാനും അത് അടുത്തുനിന്ന് കാണുമ്പോൾ എത്ര ക്ലിയർ വാട്ടറാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾ ആക്ച്വലി അതിൻ്റെ സൈഡിലേക്ക് കൂടി നടന്നു. നമ്മൾ ആക്ച്വലി രാവിലെ ഇറങ്ങിയൊന്നുമില്ല. ഞങ്ങളൊരു ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു ടൈമായിരുന്നു. അപ്പോൾ ഏകദേശം നമ്മൾ എത്തുമ്പോൾ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. ആ ഒരു ടൈം ആകുമ്പോഴേ എത്തി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഏരിയ. ഞങ്ങൾ നടന്നിട്ട് ആ ഒരു ഫോൾസിൻ്റെ ആ ഒരു വ്യൂ കാണാനുള്ളൊരു പോയിൻ്റാണിത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് എത്തിയിട്ട് ഇത് കാണുമ്പോൾ പറയാൻ പറ്റില്ല, അമ്മാതിരി ഒരു തരം ഫീലായിരുന്നു. അതിൻ്റെ ഭയങ്കര മനസ്സിനൊരു എന്താ പറയണ്ട ഒരു സൂത്തനിങ് ഫീൽ കിട്ടുന്നായിരുന്നു. ഞാനത് അതിൻ്റെ ഒരു പ്യൂർ വോയിസ് ഓവർ അല്ലാതെയുള്ള ഒരു സൗണ്ട് ഞാനിപ്പോൾ കേൾപ്പിച്ചു തരാം. അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ മൊത്തം ട്രെയിൽ നടക്കാൻ നിന്നില്ല. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വന്നു. അതിനുശേഷം ഞങ്ങൾ നേരത്തെ വരുമ്പോൾ ഞാൻ കാണിച്ച ആ ഒരു റിവർ സൈഡ് പോലത്തെ ഒരു വ്യൂ ഉണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾ നേരെ ടിമ്പിൽ പോയിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ചായയും ഈ ഐസ് ടാപ്പൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ ആ ചെയറിലങ്ങ് ഇരുന്ന് കുറച്ച് സമയം. ഇപ്പോൾ പ്രോപ്പർ സൺസെറ്റ് ആവുന്നേ ഉള്ളൂ, കാരണം ഇപ്പം സ്പ്രിങ് ആയതുകൊണ്ട് എൻ്റെ കാനഡയിൽ സൺസെറ്റ് 8 മണിക്കാണ്. അപ്പം അത്രയും ടൈം നമ്മൾ ഇരുന്നില്ല, കാരണം പിന്നെ ഡ്രൈവ് ചെയ്ത് ഇവിടെ എത്തുമ്പോഴേക്കും ഒരു ടൈം ആവുന്നുണ്ട്. കാരണം ആ ഒരു 8 മണി ആകുമ്പോഴേക്കും നമ്മൾ തിരിച്ചെത്തുന്നവരെ നമുക്ക് കുറച്ചും കൂടി കാഴ്ചകൾ തിരിച്ചിടുമ്പോൾ കാണാമല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ തിരിച്ച് വന്നു. അപ്പോൾ കാനഡയിലുള്ളവർ ഈ ഒരു ടൊറൻറ്റോയിലുള്ളവരാണെങ്കിൽ കൂടുതൽ എളുപ്പമാണ്. കുറച്ച് അത്രയും
ട്രാവൽ ചെയ്യാനുള്ളൂ, നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്പോട്ട്. അപ്പം ഈ ഒരു ഹിഡൻ ജെം എന്തായാലും പോയിട്ട് കാണണമെന്നേ ഉള്ളൂ. കാരണം അത്രയും ഒരു മൈൻഡ് റിലാക്സ്ഡ് ആയിട്ടുള്ള പോലത്തെ ഒരു ഫീല് കിട്ടും. അപ്പം ഡ്രൈവൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു സ്പോട്ടിൽ പോവുക. സോ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.